കഞ്ചാവ് ഒരു തമാശ രൂപത്തിൽ അന്ന് ഉപയോഗിച്ചു. വീട്ടിൽ എലിനൊക്കെ കൊല്ലം ഉപയോഗിക്കുന്നില്ലേ, ആ എലി വിഷം കഞ്ചാവിൽ ചേർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്നുള്ളതും എനിക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. പലതരം ലഹരികളുണ്ട്, കഞ്ചാവ്, സ്റ്റാമ്പ്, പശ, അങ്ങനെ. ഈ ലഹരികളെല്ലാം സ്ഥിരമായി ഉപയോഗിച്ചാൽ അതിൽ നിന്നൊരു മോചനം സാധ്യമാകും. അങ്ങനെ ഏകദേശം 4 വർഷത്തോളം വിവിധതരം ലഹരികൾ ഉപയോഗിച്ച യുവാവാണ് മനോരമ ന്യൂസിനൊപ്പം ചേരുന്നത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ സാലിഖ് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്? ഞാൻ ഏകദേശം ഒരു 16-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇതിൽ നിന്ന് തുടങ്ങിയത്? പുകവലിയിൽ നിന്നാണോ? അത് ഒരു സിഗരറ്റിൽ നിന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ പരസ്പരം ഞങ്ങളെല്ലാവരും കൂടെ വട്ടയിരുന്ന് ഫ്രണ്ട്സ് ഇരിക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു സിഗരറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ വലിക്കും. പിന്നീട് അത് ഓരോ സിഗരറ്റായിട്ട് എല്ലാവരും കൂടെ വലിക്കും. എന്ന് വെച്ചാൽ ഒന്ന് 5 ആൾ വലിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്ന് 5 ആൾ വലിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ തന്നെ കഞ്ചാവ് ഒരു തമാശ രൂപത്തിൽ അന്ന് ഉപയോഗിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ്, ആളെ പേര് പറയുന്നില്ല, ആള് കൊണ്ടുവന്നതാണ്. ആള് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ 10-12 ആളുണ്ട്. ആളിങ്ങനെ ഉപയോഗിച്ച് ഒരു തമാശ രൂപത്തിൽ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതെ, 9ാം ക്ലാസ് പാസ്സായിട്ടുള്ളൂ. അത് തന്നെ തമാശ രൂപത്തിൽ ഞങ്ങൾ പരസ്പരം ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ ആ ഒരെണ്ണം 12 പേര് വിളിക്കുന്നത് ഓരോന്ന് 12 പേര് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ചെറിയ പാക്കറ്റുകളെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ വലിയ കഞ്ചാവിൽ നിന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്തിലേക്ക് പോയ കഞ്ചാവിൽ നിന്ന് ഞങ്ങൾക്ക് അന്ന് കൂടുതലായിട്ട് കഞ്ചാവ് ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ സ്കൂളിൻ്റെ പരിസരത്ത് കൂടെ കച്ചവടം നടക്കുന്ന ഒരു ഏരിയയും കൂടെ. അത് ഞങ്ങളുടെ നാട്ടിൽ നിന്നല്ല, പൊതുവേ സാറിനെ അറിയാത്ത തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇപ്പോൾ വിശാലമായിട്ട് കിട്ടുന്നൊരു സംഭവം. കഞ്ചാവാണെങ്കിലും MDMA ആണെന്നുണ്ടെങ്കിലും സുലഭമായിട്ട് കിട്ടും. സുലഭമാണ് നമ്മുടെ നാട്ടിൽ, സുലഭമായിട്ട്. ഒരു ദിവസം എൻ്റെ കൂടെ ഇറങ്ങി തന്നാൽ ഞാൻ പിടിച്ചു തരാം. കാരണം അത്രയും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് വലിക്കുമ്പോൾ, കഞ്ചാവ് വലിച്ചിട്ടും ഈ MDMA പശയൊക്കെ ഉപയോഗിച്ചിട്ടും എന്തായിരുന്നു ശാരീരികമായി ഉണ്ടായ പ്രശ്നങ്ങൾ? അത് ഏറ്റവും എങ്ങനെ പറയുന്നതൊക്കെ നല്ലത് എൻ്റെ ഫോട്ടോ തന്നെ കാണിച്ചു തരാം. കാരണം അന്ന് എൻ്റെ പഴയ ഫോട്ടോ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ശരിക്കും കൈയൊക്കെ ഒട്ടിപ്പിടിച്ച്, എൻ്റെ ജസ്റ്റ് ഒട്ടിപ്പിടിച്ച് വയറ് അത്രയും ഉണങ്ങിയിട്ട് തന്നെ എൻ്റെ അസ്ഥി പോലും നേരെ എടുത്ത് പുറത്തേക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. സ്റ്റാമ്പും എന്താ പറയുക, നമ്മൾ ഈ കഞ്ചാവിൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ കഞ്ചാവിൽ ഒരു എലി വിഷം എന്നൊരു, വീട്ടിൽ എലിനൊക്കെ കൊല്ലം ഉപയോഗിക്കുന്നില്ലേ, ആ എലി വിഷം കഞ്ചാവിൽ ചേർക്കുന്നുണ്ട്. കാരണം അതിന് കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോത്സാഹനമല്ല കേട്ടോ, മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂറോ 4 മണിക്കൂറോ കിട്ടുന്നത്, ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മണിക്കൂർ കിട്ടേണ്ട അടുത്ത് നമുക്കത് 8 മണിക്കൂറോ അല്ലെങ്കിൽ 10 മണിക്കൂർ കൂടുതലായി ടൈം ഇങ്ങനെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എലിനെ വീട്ടിൽ കൊല്ലം ഉപയോഗിക്കുന്ന എലി വിഷം ഉണ്ടല്ലോ, ആ എലി വിഷം അതിൽ ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഈ കഞ്ചാവ് മേടിക്കാനുള്ള പണമൊക്കെ നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു? ഞാൻ അന്ന് സാധാ നോർമലായിട്ട് അന്ന് പന്തൽ പണി, ഡ്രൈവ് എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ രാവിലെ പേപ്പർ ഇടാൻ പോകും, അങ്ങനെ ചെറിയ ജോലികൾ കാര്യങ്ങളായിട്ട് സ്കൂൾ ബസ്സിലും അങ്ങനെ നല്ല രൂപത്തിൽ അങ്ങനെ പോയിരുന്നതാണ്. പക്ഷേ തുടങ്ങിയ സമയത്ത് കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ ഞങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഒന്ന് വയലൻ്റ് എന്ന രൂപത്തിൽ, കാരണം ഒന്ന് നേരത്തെ ഇരിക്കാൻ പോലും കഴിയില്ല. കാരണം നിങ്ങൾ സംസാരിക്കുന്ന പോലെയല്ല, നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സാറിരിക്കുന്നതാണ്, ഈ സാറിനെ ദ്രോഹിച്ചിട്ട് സാറിൻ്റെ അടുത്തുള്ള പോക്കറ്റിൽ എന്താണോ അത് തട്ടിപ്പറിച്ച് ഞാൻ ഓടും. അല്ലെങ്കിൽ ഞാനെന്നാ മോഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മോഷണത്തിലേക്ക് വന്ന പിന്നെ എങ്ങനെയാണ്? അതിങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങളത് ഒരു തമാശ രൂപത്തിൽ തന്നെ ഉപയോഗം തുടങ്ങി. കുറച്ച് കഴിഞ്ഞാകുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്നൊരു അത്രയും മോശപ്പെട്ടൊരവസ്ഥയ്ക്ക് ഞാൻ എത്തിപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്താ പറയുക, കൂട്ടുകാർ വീട്ടിലുണ്ടായിരുന്ന ഫോൺ അതൊക്കെ വിറ്റിട്ട് ഞങ്ങളിത് ഉപയോഗിച്ചു. അവസാനം ഞങ്ങളത് മോഷണത്തിലേക്ക് എത്തി. ഞങ്ങൾക്കൊരു ബൈക്ക് മോഷണമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. ഒരു ബൈക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 50 ഗ്രാം കഞ്ചാവ് അല്ലെങ്കിൽ 100 ഗ്രാം കഞ്ചാവ്, അങ്ങനെ ചെറിയ കഞ്ചാവ് ഞങ്ങൾക്ക് കുറച്ച് തരും. അത് ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ഉപയോഗിക്കും. അങ്ങനെ ഞങ്ങൾ ബൈക്കും മോഷ്ടിക്കാൻ ഞങ്ങൾ 12 പേരും കൂടിയിട്ട്. ബൈക്ക് മോഷണത്തിന് പിടിയിലാകുമ്പോൾ പ്രായപൂർത്തിയായില്ല? ഇല്ല, അന്ന് 18 തികഞ്ഞിട്ട് എന്തോ ഉള്ളത് തോന്നുന്നുണ്ട്. എത്ര നാൾ ജയിലിൽ കിടന്നു? ഞാൻ ഏകദേശം 4 മാസത്തോളം കിടന്നിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയാണ് ഈ ലഹരിയിൽ നിന്നൊരു മോചനം സാധ്യമായത്? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ശരിക്കും ഞാൻ ബഹുമാനിക്കുന്നതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ പേര് പറയാമല്ലോ അല്ലേ, സ്റ്റേഷനിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ CI ബിനി സാറ്, റഫീഖ് സാറ്,
അതുപോലെ തന്നെ എൻ്റെ ഹാഷിം ഏറ്റവും മുമ്പിൽ ഉള്ള 2-3 പേരാണ് ഈ അഡ്വക്കേറ്റിൻ്റെ ഹാഷിമും അതുപോലെ തന്നെ എൻ്റെ ബ്രദർ അവിടെ വരോട് സ്കൂളിലത്തെ മാഷാണ് ഖലീഫ എന്ന് പറയും ആള്. കാരണം അവരൊക്കെ അത്രയും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. ജയിലിൽ പോയിട്ട് ഇത്രയും അഡിക്ഷൻ ആയിട്ട് ജയിലിൽ പോയിട്ട് പിന്നെ വീണ്ടും കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ജയിലിൻ്റെ ഉള്ളിൽ കിട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നതുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ എല്ലാം കൂടി പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്നാലും പറയുന്നു മാത്രം. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അല്ല, പക്ഷെ ഒന്ന് രണ്ട് സ്ഥലത്ത് കിട്ടുന്നുണ്ട്. കാരണം അതിൽ ഉള്ളിലേക്ക് പ്രതികൾ കൊണ്ടുവരുന്നതുകൊണ്ട് അല്ലാതെ അതിനുള്ളിലേക്ക് എത്തുന്നതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ കയറിയ സമയത്ത് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞങ്ങളെ പിടിക്കപ്പെട്ടിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് ഞങ്ങൾ നിർത്തുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഏറ്റവും വലിയ ആടുണ്ടായിരുന്ന അവിടുത്തെ മജിസ്ട്രേറ്റാണ്. കാരണം ഞങ്ങൾ ആ മജിസ്ട്രേറ്റിനോട് ഞങ്ങളവിടെ ചെന്ന്, പക്ഷേ വേറെ നിന്നിട്ടോ ഞങ്ങൾ ചെന്നപാടെ ഞങ്ങളവിടെ ഉണ്ടാകുന്ന ബക്കറ്റുകൾ എറിഞ്ഞു പൊട്ടിച്ചു, പാത്രങ്ങൾക്ക് പോലീസുകാരെ ആക്രമിക്കാൻ അങ്ങനെയൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവരൊക്കെ പോലീസുകാരൊക്കെ ഞങ്ങൾ അത്രയും ഉപദ്രവിച്ചിട്ടും ആ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. എന്നിട്ട് ഞങ്ങളോട് സൂപ്രണ്ട് സംസാരിച്ച് ആ സൂപ്രണ്ട് മജിസ്ട്രേറ്റിനോട് കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ രഹസ്യമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കണം എന്നാണ് ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് നിർത്താൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അങ്ങനെ താല്പര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം നിങ്ങൾക്ക് വിമുക്തിയായിട്ട് ബന്ധപ്പെട്ട് തന്ന് അമൃത മാഡം എന്ന് പറഞ്ഞിട്ടൊരു മാം ഉണ്ട്, ഇപ്പോൾ ഉണ്ട് അവിടെ വിമുക്തി പാലക്കാട്, ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ മാം തന്നെയാണ് എനിക്ക് അന്ന് ഇത്രയും സപ്പോർട്ടായിട്ട്. കാരണം ആ മാം എല്ലാവരും നിർത്തി 10-12 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 12 പേരും ഒരുമിച്ചാണ് നിർത്തിയത്. ഞങ്ങൾ അന്ന് അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും 12 പേര് അവസാനിപ്പിച്ചു. 12 പേര് 12 ഭാഗങ്ങളിലായിട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ചു. അതിൽ 1-2 പേരെ വിവാഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആള് കുഴപ്പമൊന്നുമില്ലാതെ പോകും. ഇപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഭീഷണി ഉണ്ടായിരുന്നു നിർത്തിയ സമയത്ത്? ഞാൻ ഇപ്പോൾ ഇതുമായിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഇതുമായിട്ട് ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളുകൾ, ക്യാമ്പസുകൾ, മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഞാൻ പോകുന്നുണ്ട്. വിദ്യാലയങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മീഡിയയുടെ മുമ്പിൽ പറയുന്നത് ഒരു പ്രശ്നമായിട്ടുള്ള രൂപത്തിലാണ് ക്ലാസ്സുമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-45ഓളം കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഏകദേശം ഒരു 10-12ഓളം കുട്ടികൾ അവിടെ പല ഹോസ്പിറ്റലായിട്ട്, കുളപ്പുള്ളി അതുപോലെ തന്നെ അങ്ങനെ പല ഹോസ്പിറ്റലുകളായിട്ട് ഇപ്പോഴും നിലയിൽ കിടക്കുന്നുണ്ട്. അന്നത് നിർത്തി തിരിച്ചു വന്ന് ഇതുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം 3 തവണ എനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ മുമ്പ് വെജിറ്റബിളിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുലർച്ചക്ക് മാർക്കറ്റിൽ പോകും കാര്യങ്ങളൊക്കെ. അന്ന് 2 തവണ എൻ്റെ വണ്ടികൾക്ക് നേരെ ഫോളോ ചെയ്യലും കാര്യങ്ങളും വിഷയങ്ങളുണ്ടായിരുന്നു രാവിലെ. അതുപോലെ തന്നെ ഒരു തവണ എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന എൻ്റെ വണ്ടിക്ക് നേരെ ഒരു ന്യൂ ഇയറിൻ്റെ രാത്രിക്ക് എൻ്റെ വണ്ടിക്ക് നേരെ കല്ലെടുത്ത് എറിഞ്ഞിട്ടും അങ്ങനെ. അതിനെല്ലാം അതിജീവിച്ചപ്പോൾ അതിനൊക്കെ ഇനി ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എത്രത്തോളം എത്തുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടാവും എന്നുള്ളതും എനിക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ കേസൊക്കെ എന്തായി? അതിൻ്റെ വിചാരണയും സംഭവങ്ങളൊക്കെ? കേസുകൾ ഇപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകണ്ടോ. കേസിൽ അകപ്പെട്ടു ഞങ്ങൾ 12 പേരും 13 കേസിലുണ്ട്. ബൈക്ക് മോഷണത്തിൽ ഒക്കെ മോഷണം, ബൈക്ക് മോഷണം, അടിപിടിയും കാര്യങ്ങളൊക്കെ. അടിപിടി പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ റൂട്ടിൽ നിന്ന് ആളെ ആക്രമിച്ചിട്ട് ആളുടെ പേസ് എടുത്തിട്ട് പോകും. ഞങ്ങൾ നോർമൽ നടന്നു പോകുന്ന ആളെ ഉപദ്രവിക്കും, കൊണ്ട് ആളുടെ പേസ് എടുത്തിട്ട് പോകുക. ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? എൻ്റെ ആണോ? എൻ്റെ വീട്ടിൽ 2 പെങ്ങൾ, ഉമ്മ, വല്യമ്മ, എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തിനടുത്തായി. അതെ, എൻ്റെ ഉപ്പ ഹോട്ടലിലായിരുന്നു, കുക്കായിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ആള് ഇതുവരെയൊക്കെ ഞങ്ങൾ പൊന്നുപോലെ തന്നെ നോക്കിയിട്ടുണ്ട്. കഞ്ചാവും പശയും MDMA ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അവരോട് എന്താണ് സാലിഹിന് പറയാനുള്ളത്? രക്ഷപ്പെടാതിരിക്കാൻ മാത്രം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, രക്ഷപ്പെടാൻ കഴിയും തീർച്ചയായിട്ടും. കാരണം ഞാനൊരു DID സെൻ്ററിൽ പോയി കടന്നിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി കിടക്കിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും ഞാനൊരു ഹോസ്പിറ്റലിൽ കടന്നിട്ടില്ല. ഞങ്ങൾ 12 പേരും എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളിത് പൂർണ്ണമായിട്ടും ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണെന്നുള്ളത് ഞങ്ങളെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അത് ഞങ്ങളെടുത്ത തീരുമാനം ഞങ്ങൾ ജയിലിൽ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെയാണ്. ഇത്രയും കാലമായില്ലേ, ഏകദേശം 4-5 വർഷത്തിൻ്റെ പുറത്തായി. ഞങ്ങൾ അതുപോലെ തന്നെ അതിൽ 2 പേരെ വിവാഹം കഴിഞ്ഞു, ഒരാൾ ഗൾഫിൽ പോയിട്ടുണ്ട്, 1-2 പേര് സ്വന്തം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാനിവിടെ തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് സാലിഹ് തെളിയിച്ചു. പിന്നെ എന്താ, തീർച്ചയായിട്ടും പറ്റും. അതിലൊന്നും ഒരു മടിയും കാണിക്കണ്ട. നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്താ പറയുക,
നമ്മുടെ സമൂഹം അംഗീകരിച്ച് തരുന്നില്ല എന്നുള്ളത് വേറെ ഒരു വലിയ പ്രശ്നം തന്നെ. കാരണം ഇതുപോലുള്ള ആളുകളെ നമ്മുടെ സമൂഹം ഒരിക്കലും അംഗീകരിച്ച് തരില്ല. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആളൊരു കള്ളനാണ്, അല്ലെങ്കിൽ ആൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ്, അതായത് മദ്യപാനിയാണ്, വിട്ടു അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കുടുംബത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വിപത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം എനിക്കൊരു മകനുണ്ടെങ്കിൽ എൻ്റെ മകന് അങ്ങനെ സംഭവം പറ്റിയാലാണ്, അങ്ങനെ സംഭവത്തിലൊരു പ്രശ്നത്തിൽ പെട്ടാലാണ് ഇതിൻ്റെ വിപത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ ആളുകളെ ദ്രോഹിക്കണ്ട, പക്ഷെ നല്ല രൂപത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മരുന്നാണ് സ്നേഹം. ഇതുപോലെ ആളുകളെ സ്നേഹത്തോടെ കൂടി അവരെ കൂട്ടി പിടിച്ചിട്ട് നമ്മളടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ചു വരാൻ പറ്റാത്തൊരു പ്രശ്നമില്ല. അതിനൊരു മരുന്നിൻ്റെ ആവശ്യമൊന്നും നിലവിലില്ല. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്ന് സാലിഹ് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ലഹരി ബോധവൽക്കരണവുമായി യുവാവ് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. പുതിയ തലമുറ, അതായത് ലഹരി ഉപയോഗിക്കുന്ന പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയായി വേണം സാലിഹിനെ നമുക്ക് വിലയിരുത്താൻ. അപ്പോൾ തീർച്ചയായും ഒരു മടങ്ങിവരവ് ലഹരിയിൽ നിന്ന് സാധ്യമാകുമെന്ന് തെളിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.